ഒരു വിധത്തിൽ ജീവിക്കാൻ സമ്മതിക്കൂല. മോളിതോടെ പോന്നു? ഞാൻ എന്റെ കെട്ടിയുടെ വീട്ടിൽ പോന്നു. എന്താ വിശേഷിച്ച്? എന്തായാലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അല്ല, നിനക്ക് എപ്പോ വേണമെങ്കിലും നിന്റെ കെട്ടിയോന്റെ വീട്ടിൽ പോകാം. പക്ഷെ ഈ പോക്കിൽ എന്തോ ഒരു പന്തികേടുള്ള പോലെ. എന്നെ കൊണ്ട് വയ്യ ആ വീട്ടിൽ നിൽക്കാനായിട്ട്. കളിയാക്കലും അപമാനവും. ആര് കളിയാക്കി? അച്ഛനാണോ? അല്ല. പിന്നെ ആരാ? നീയാണോ? അല്ല. ആ, എനിക്ക് മനസ്സിലായി. കേശു ശിവയായിരിക്കും. ആ, അവര് വല്ലതായിരിക്കണം. എന്റെ സ്വഭാവം അറിയൂലോ. പിന്നെ ആരാ? അമ്മയാണോ? ആ എടി, അമ്മ വല്ലതും പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നീ എന്തിനാ അവളോട് ചാടിക്കടിച്ചോണ്ട് നീ ഇറങ്ങിപ്പോകാൻ പോകുന്നത്? അമ്മ എന്തെങ്കിലും പറഞ്ഞില്ല, അത് പറഞ്ഞു മനസ്സിലാവാനുള്ള ബോധം വിവരമൊക്കെ എനിക്കുണ്ട്. എടി, അച്ഛനല്ല, കേശു അല്ല, ശിവ അല്ല, അമ്മയല്ല, പിന്നെ അവിടെ ആരാടി നിന്നോട് ഇത്രയും വഴക്കുണ്ടാക്കാനേ? ഇവരല്ലാതെ വേറൊരു ടെററായിട്ടുള്ളൊരു ഐറ്റം അവിടെ ഉണ്ടല്ലോ. അതാരാ? വേറെ ആര്? എന്റെ പുന്നാര അനിയത്തി പാറക്കുട്ടി. അയ്യോ എന്റെ ദൈവം, എടിയാ ഒരു കൊച്ചു ഇത്തിരി പോവാന്ന കൊച്ചെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞോണ്ടാണോ നീ അതിനുള്ള ദേശത്തിനാണോ ചാടി പുറപ്പെടുന്നേ? അവളിത്തിരി ഉള്ളൂ, പക്ഷെ അവിടെ നാക്കണ്ടല്ല. ആ, എന്റെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. നാട് വിട്ട് പോവാൻ തോന്നും നമുക്ക് എവിടെയെങ്കിലും. മക്കളെ, നീ കുഴിപ്പുളത്ത് പോന്നെങ്കിൽ പൊക്കോ. വഴക്കിട്ട് പോവല്ലേ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് നീ പൊക്കോ. പറഞ്ഞു തീർത്തിട്ട് പോകുന്നത് എന്നെ കൊണ്ടുപോയ്യ. എടി, അമ്മൂമ്മയല്ലയോ പറയുന്നത്, നമുക്ക് പ്രശ്നം എല്ലാം പറഞ്ഞു തീർത്തിട്ട് മക്കൾ പൊക്കോ. അമ്മൂമ്മ പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഞാൻ വരാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, പാറും നീയും കൂടെ എന്തോ ഇത്ര വലിയ പ്രശ്നം? അത് അമ്മൂമ്മ. കുഞ്ഞിന്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ബാവയമ്മി. ബാവയമ്മയാണോ? കുഞ്ഞിന്റെ ടീച്ചർ പറഞ്ഞല്ലോ കുഞ്ഞ് സ്കൂളിൽ ഭയങ്കര കുർത്തക്കേടാണെന്ന്. അത് വളരെ പറഞ്ഞു. ടീച്ചറിന് വേറെ പണിയൊന്നുമില്ല അല്ലേ? എനിക്ക് നിന്നെ അറിയാൻ മേലല്ലോ കുരുത്തക്കേട്. ഹലോ, മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? ഷു, അറിഞ്ഞില്ലല്ലോ. ഞാൻ എവിടെ ഉണ്ടായിരുന്നു? മാഡത്തിന്റെ വാലൊരു മാഡം ഉണ്ടല്ലോ, ആ മാഡം എന്തേ? ആര്? ദിയേ? ആ, അവര് രാവിലെ അങ്ങോട്ട് പോയി. എന്നിട്ടെന്തേ ഇങ്ങോട്ട് കാണുവാ നിന്നെ? ഞാൻ രാവിലെ എണീറ്റതാ അമ്മ. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് നല്ല കിടുക്കൻ വെബ് സീരീസ് 5 മണിക്കൂറിന്റെ സീറ്റ് അടിച്ച് ഒറ്റയിരിപ്പിന് കണ്ടു തീർത്തു. ഒറ്റയിരിപ്പിന് കണ്ടു തീർത്തു? ഗുഡ് ഗേൾ, സൂപ്പർ. നിന്നെ എന്തിനാ കെട്ടിച്ചെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. അത് ഞാനും ചിന്തിക്കാറുണ്ട്. എന്തിനാ കെട്ടിച്ചു വിട്ടെ? കൊച്ചിന് ഫുഡ് കൊടുക്കല്ല, ഒറ്റ അടിയൊക്കെ തന്നാലുണ്ടല്ലോ. ഇതുപോലെ തന്നെ പോയി കുഴിപ്പുറത്തിരുന്നൂടെ? തന്റെ അടുത്ത് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? അഭിപ്രായം പറഞ്ഞല്ല, സത്യം പറഞ്ഞ. നീ എന്തെങ്കിലും മിണ്ടിയാണല്ലോ, എന്റെ അത് മേടിക്കും. പിന്നെ മേടിക്കും. നീ കൊടുത്തു നോക്ക് പിള്ളേ കൊച്ചിന്. എന്താ അപ്പൊ അവള് പറഞ്ഞ നമ്മ കേട്ടില്ലേ? അവള് പറഞ്ഞ കാര്യമല്ലേ? എന്ത് കാര്യമല്ലേന്ന്? എന്താ കൊച്ചു പറഞ്ഞല്ലോ? എന്താ തെറ്റുള്ളത്? എന്താ? നിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടല്ലേ നീ അങ്ങോട്ട് പോവാത്തെ കുഴിപ്പുളത്തേക്ക്? അത് സത്യമാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇടം വല്ലം തിരിയാൻ സമ്മതിക്കൂലമ്മ. അവിടെ പോയി റൂമിൽ ഇരുന്ന് സീരിയസ് ഉണ്ടാ പോലെ. ഇനി നീ വാ തുറന്ന് ശരിക്കും എന്റെ ഒന്ന് മേടിക്കും പാറു. പോവാ മേടിക്കും, നീ മേടിക്കും എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അമ്മ ഇവള് പറയണൊന്നും കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന മാത്രം അമ്മ കേൾക്കുന്നില്ല. അവള് മാത്രല്ല പറയണത്, ഞാനും പറയുന്നുണ്ട്. രണ്ടുപേരും പറയുന്നത് നീ കേൾക്കണുണ്ടല്ലോ. പറയുന്നത് മൊത്തം നിന്നെയാണല്ലോ, അത് മനസ്സിലാക്കണം. എന്താണ് ഇവിടെ സംഘടന? വാടാ, എല്ലാത്തിനെയും വിളിച്ചോണ്ട് എന്നിട്ട് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും. അതെ, ഈ 5 മണിക്കൂറുള്ള വെബ് സീരീസ് നീ കാണാറുണ്ടാ? വെബ് സീരീസ് ഞാൻ കാണാറുണ്ട്. ചിലതൊക്കെ 5 മണിക്കൂർ ഉണ്ടാവും, 15 മണിക്കൂർ ഉണ്ടാവും, 20 മണിക്കൂർ ഉണ്ടാവും. ഈ സീസൺ വൈസ് സീസൺ എന്തുറ്റി? അല്ല, ഇവിടെ ചില ആൾക്കാരൊക്കെ 5 മണിക്കൂർ കുത്തിയിരുന്ന് വെബ് സീരീസ് കണ്ടിട്ട് വന്ന് നിൽക്കുക, ഞെളിഞ്ഞു വന്നിട്ട് പറയണ എൻ്റെ അടുത്ത്. ചേട്ടാ, അതിനകത്ത് 5 എണ്ണം ഡൗൺലോഡ് ചെയ്ത് ചേച്ചിയുടെ എടുത്തു കൊടുക്കും. എന്തിന്? കുഴിപ്പുറത്ത് പോയി കാണും. അടങ്ങിയിരിക്കാൻ പറ ആദ്യം. അവളോട് അടങ്ങിയിരിക്കാൻ പറ. അവള് മാത്രല്ലല്ലോ, ഞാനും പറഞ്ഞല്ലോ നിന്നെ. നീ എന്നെ അടിക്കുന്ന? അത് പറ്റാത്തോണ്ടാ അമ്മ എന്നെ അടിക്കാൻ വന്നത്. ഇനി ഞാൻ ഇവിടെ നിന്നാലേ ശരിയാവൂല. അതുകൊണ്ട് അപ്പൊ കുഴിപ്പുറത്ത് പോകണോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകണം. നിനക്കെന്താ? അപ്പൊ കുഴിപ്പള്ളത്ത് പോയി വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചു നീ? അഫ്കോഴ്സ്. അമ്മായിയമ്മയ്ക്ക് ഞാൻ വരാറില്ലെന്നുള്ള പരാതി വേണ്ടല്ലോ. എന്ത് തങ്കപ്പെട്ട മരുമോള്. ഭാഗ്യം ചെയ്ത അമ്മായിമ്മ തന്നെ അമ്മ. എനിക്കതല്ലടാ വിഷമം. ഇവളവിടെ ചെന്ന് കഴിയുമ്പോഴേ ഇവക്കും കൂടെ ഉള്ള ഫുഡ് ഞാൻ അവരുണ്ടാക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കും. പോവാൻ പോയല്ലേ? എവിടെ പോണേ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകും. പോ, ടാറ്റ. ടാറ്റ. പിന്നെ നിന്റെ അടുത്ത് നീ നേരത്തെ പറഞ്ഞ വെബ് സീരീസിന്റെ ലിങ്ക് ഇല്ലേ, എനിക്ക് അയച്ചിട്ടുണ്ട്. എന്ത് നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞ പിന്നെ വരുമല്ലോ. ഈ പ്രശ്നമൊക്കെ നടക്കും. പ്രശ്നം നടക്കുന്ന അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. നിന്റെ അമ്മയില്ലേ അവിടെ? എല്ലാരും ഉണ്ട്. ബാ, നമുക്ക് പ്രശ്നം എല്ലാം പറഞ്ഞു തീർക്കാം. ബാ. ലക്ഷ്മി ചേച്ചി അവിടെ എത്തിക്കാണോ അമ്മ? എത്താനുള്ള സമയമൊന്നും ആയിട്ടുണ്ടാവില്ല, ഇപ്പൊ അങ്ങ് പോയതല്ലേ ഉള്ളു. എന്തായാലും ഇത്തവണ ആരും തടയില്ലാത്തോണ്ട് കറക്റ്റ് അങ്ങ് എത്തും. പാറു,
ഈ ചെറിയ വായിൽ വലിയ വർത്താനം പറയല്ല കേട്ടാ. കൊച്ചുകുട്ടികൾ സംസാരിക്കുന്ന പോലെയല്ല നീ സംസാരിക്കുന്നത്. ലച്ചു ചേച്ചിനോട് അങ്ങനെയൊക്കെ പറയാമോ? ഞാൻ സത്യമല്ല അമ്മ പറഞ്ഞത്. പറഞ്ഞത് സത്യമാണ്, പക്ഷെ അങ്ങനെ കുഞ്ഞ് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയാൻ പാടില്ല കേട്ടോ. ഇനി പറയോ? ഇല്ല. അമ്മ നമ്മുടെ ലച്ചു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അവളിങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതിനി എന്തായാലും നിൽക്കാൻ പോകില്ല. അവൾ അവളുടെ സ്വഭാവം ഒന്നും മാറ്റാൻ പോകില്ല. അവൾ അങ്ങനെ തന്നെ ഇരിക്കും. അതെ, അവൾ അങ്ങനെ തന്നെ ഇരിക്കും. സന്തോഷമായി. ഞാൻ പറഞ്ഞല്ല അമ്മൂമ്മ, വേണ്ട വേണ്ടാന്ന്. ഞാൻ ഇവിടെ മാറിക്കാനുണ്ടല്ലോ, അപ്പ എന്നെ കുറ്റം പറഞ്ഞു തുടങ്ങൂന്ന്. ചേച്ചി പോയില്ലേ? പോയില്ല. പോവാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റിയല്ലോ, സന്തോഷം. എന്ത് പറഞ്ഞു തന്നെ ഇപ്പൊ? നിന്റെ കുറ്റമൊന്നും പറയില്ലല്ലോ ഇവിടെ. അമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ല മുമ്പ് ഞാൻ വരുന്നില്ലെന്ന്. പിന്നെ എന്തിനാ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നത്? ഇതൊക്കെ കേൾക്കാനോ? അയ്യോടാ, ആരെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വിളിക്കണ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴായിരിക്കും അമ്മൂമ്മ വന്ന് വിളിച്ചത്, അല്ലേ ചേച്ചി? നീ കളിയാക്ക്, ഇഷ്ടം പോലെ കളിയാക്ക്. അമ്മൂമ്മ ഞാൻ പോവാ. മക്കളെ നീ നിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. അമ്മൂമ്മ സംസാരിച്ചോ, ഞാൻ പോവാന്ന് മുതലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉള്ളവർ ആരെങ്കിലും ഈ വീട്ടിൽ നിൽക്കൂ. ഞാൻ പോവാ. ഡേ എവിടെ പോണല്ലേ ചേച്ചു? ഇവിടെ നിൽക്ക്. അമ്മ പോട്ടമ്മ, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കഥ ഉണ്ടാക്കി തിരിച്ചിങ്ങോട്ട് കയറി വരും. അപ്പൊ നമുക്ക് ആ കഥയും കൂടെ കേൾക്കല്ലേ? കേശുവേ, നീ വല്ലാണ്ട് അങ്ങോട്ട് വളർന്നിരിക്കണു. ഒരു സമയത്തുണ്ടല്ലോ നിനക്ക് എന്താവശ്യം വന്നാലും ഈ ലച്ചു ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. ഇത് തന്നെ എപ്പോ നോക്കിയാലും അച്ഛനും പറയണത്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരോടാണ് എന്നെ വളർത്തിയത്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്താണ് ഇതിൽ പങ്ക്? അയ്യോ, നമ്മൾ ചെയ്തൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കാൻ സമയമില്ല. കേട്ട് പാടി. ഇതാ ഞാൻ പറയുന്നത്, എന്നെ അമ്മ വളർത്തിയാൽ മതിയെന്ന്. വളർത്തിക്കോ, പാലും മുട്ടയും തേങ്ങയൊക്കെ കൊടുത്ത് വളർത്ത്. തേങ്ങക്കൊക്കെ ഇപ്പൊ ഭയങ്കര വില കൂടുതലാ. അത് അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി, അവിടെ നിന്ന് ഇട്ട് വരും. ഈ പെണ്ണെന്താന്ന് ഇങ്ങനെ തുടങ്ങണത്? ഒരു പക്വത ഇല്ല കേട്ടാ. അമ്മ പതുക്കെ പറ, പിന്നെയും കയറി വരും. പാറു, നീ അടങ്ങിയിരുന്നോട്ടാ. നീലു, എനിക്ക് നിന്നോട് നല്ല ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഓ, അപ്പൊ അമ്മ അച്ഛനോട് വീണ്ടും വഴക്കിട്ടാ? ഒന്ന് പോ നീലു. പിള്ളേരെ നിങ്ങൾ അകത്തോട്ട് പോയേ. നമ്മുടെ വീട്ടിൽ അങ്ങനെ സീക്രട്ട് ഒക്കെ ഉണ്ടോ അമ്മമ്മ? പോട്ടാ അമ്മ. ഇതിനെ കൂടെ കൊണ്ടുപോ. പാറുബാ, ഒരു കാര്യമില്ല. പറയമ്മ. എടി, നമ്മുടെ ഇവിടെ നടക്കുന്നതിന്റെ ഈ അടിയും വഴക്കിന്റെ ഒക്കെ കാരണമേ നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പം. ഞാനും നിന്റെ അച്ഛനും കൂടെ വഴക്കുണ്ടാവുന്നത് അടി കിട്ടാത്തോണ്ടെന്നോ? അതെ, അച്ഛനമ്മയ്ക്ക് അടി കിട്ടാത്തതിന്റെ കുഴപ്പം തന്നെ. പിന്നെ അച്ഛനമ്മ പോയില്ലേ, തല്ലാൻ പറ്റുമോ? നീ ഒന്ന് പോയേ. തല്ലി കിട്ടി നന്നാവുമായിരുന്നെങ്കിലേ ഞാനൊക്കെ എന്നേ നന്നായേനെയായിരുന്നു. അതെ, എന്നേ നന്നായാനായിരുന്നു. അത് പോട്ടെ. നീ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എത്ര കാലമായി? ഓ, അത് കുറച്ചാളായി. കുറച്ച് നാളൊന്നും അല്ല, ഒരുപാട് കാലമായി. ഓ, ഒരുപാട് കാലമായി. ബാലുവിന്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എത്ര കാലമായി? ബാലു പോയിട്ട് ഒരുപാട് നാളായി. കുടുംബത്ത് നല്ല ദോഷമുണ്ട്. അതുകൊണ്ടേ നിങ്ങൾ ഒത്തിരി നാളായില്ലേ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടെ. എല്ലാവരും കൂടെ പോയി കുളിച്ചു തൊഴുത് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ചുറ്റുവിളക്കം തെളിയിക്കണം. എന്നാലേ നമ്മുടെ കുടുംബത്തെ ദോഷം മാറത്തുള്ളൂ. ഓക്കെ, അമ്മയുടെ ആരാ പറഞ്ഞത്? എടി, ഞാനേ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലയോ, അതുകൊണ്ട് ഞാൻ പോയി ഒരു ജ്യോത്സ്യനെ കണ്ടു. എടി, ജ്യോത്സ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ ഞാൻ ഞെട്ടിപ്പോയടി. ആണോ? ഈ അമ്പലത്തിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി കുളിച്ചൊഴുക, പ്രാർത്ഥിക്കുക, ചുറ്റുവിളക്ക് കത്തിക്കുക, ഇതൊക്കെ ഓക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഈ ജ്യോത്സ്യം പറഞ്ഞത് അത്ര അങ്ങനെ ശരിയല്ല. എടി സത്യമാടി, ജ്യോത്സ്യം പറയുക നമ്മുടെ വീട്ടിൽ എന്നും പ്രശ്നമായിരിക്കുമെന്ന്. ജ്യോത്സ്യൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാവും. അമ്മ നമ്മളെ വീട്ടിലൊന്നല്ല, ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ പരിഹരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം എന്ന് പറയണത്. ഈ ജ്യോത്സ്യൻ്റെ വീട്ടിലുണ്ടല്ലോ പൊരിഞ്ഞ വഴക്കായിരിക്കും. അത് തീർപ്പാക്കാൻ പുള്ളിക്ക് പറ്റൂല. നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ മാറും, ഇങ്ങനെ ചെയ്താൽ മാറും എന്നൊക്കെ പറയും. എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും വയ്യ. പക്ഷേ എല്ലാവരും കൂടെ കുടുംബക്ഷേത്രത്തിൽ എന്തായാലും പോകണം. കുടുംബക്ഷേത്രത്തിൽ പോവാമ്മ. ബാലു വരട്ടെ. ബാലു വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി തൊഴാം. പോരെ? അത് മതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് പറയാനാ പിള്ളേരെ ഞാൻ മാറ്റി നിർത്തിയത്. അപ്പം ഇനിയും കാര്യമുണ്ടോ? എടി, നമ്മുടെ പാറും ലച്ചും കൂടെ പൊരിഞ്ഞ വഴക്ക് നടക്കും. അങ്ങനെ വഴക്ക് നടക്കാതിരിക്കാൻ നമ്മൾ നോക്കിക്കോണം. ഇതും ജ്യോത്സ്യം പറഞ്ഞാണോ? ജ്യോത്സ്യം തന്നെ പറഞ്ഞത്. ഇപ്പം തന്നെ നോക്ക്, ലച്ചും പാറും കൂടെ പൊരിഞ്ഞടിയല്ലയോ. അവൾ എന്നോടെല്ലാം പറഞ്ഞു ലച്ചു. ഞാൻ അവളെ പ്രശ്നം പരിഹരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്നത്. പക്ഷേ വിളിച്ചോണ്ട് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അവൾ അങ്ങ് കുഴിപ്പളത്ത് പോയാൽ മതിയായിരുന്നെന്ന്. ഇന്ന് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇവർ തങ്ങളിൽ കാണരുതെന്നാണ് ജ്യോത്സ്യം പറഞ്ഞേക്കുന്നത്. അമ്മയ്ക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്ക് തലയ്ക്ക് സുഖക്കുറവുണ്ട്. എന്നിട്ടെന്താ മരുന്ന് കുടിക്കാൻ? ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി. സൂര്യൻ അസ്തമിക്കുന്നിടം വരെ. അപ്പം എത്ര മണി വരെ? വൈകിട്ട് 6:30 വരെ. ശരി, വൈകിട്ട് 6:30 വരെ ലച്ചുവും പാറും തമ്മിൽ കാണാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഇപ്പം തൽക്കാലം ലച്ചു പോയില്ലേ, ആ പ്രശ്നം തീർന്നല്ലോ. അതെ, ഇതിപ്പോ തൽക്കാലം പിള്ളേരോടൊന്നും പറയാൻ നിൽക്കല്ലേ. അയ്യോ, ഞാൻ പറയില്ല, അവർ ചിരിക്കൂലേ. അവര് ചിരിച്ചോട്ടെ, തൽക്കാലം ഞാൻ പറയാൻ ഞാൻ കേട്ടാ മതി. ഓ, ഉത്തരവ്. പോട്ടാ. അടുക്കള പണിയുണ്ട്. ചായ എടുക്കട്ടെ? വേണ്ട. എല്ലാം കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. വഴക്കിട്ടാ അമ്മച്ചനോട്? ഇല്ല. എന്ത് വഴക്കിടാന്? സമയം കിട്ടിയില്ലേ? അപ്പൊ എന്തോടി ഞാൻ എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കണോന്ന് നീ പറയുന്നോട്ടാ.
എൻ്റെ ദൈവമേ, എൻ്റെ പിള്ളേർക്കൊന്നും വരുത്തല്ലേ. തമ്പി, ഓയ് തമ്പി, ആ എന്താ മോളെ അവിടെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഇല്ല, ഞാൻ വെറുതെ കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി. കാറ്റ് കൊള്ളാൻ ഇവിടെയാ? കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ. മോളെ എവിടെ പോറങ്ങിയതാ? ഇല്ല ആൻറ്റി, ഞാൻ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. എവിടെ പോയിട്ട് വരുന്ന വഴി? അപ്പോൾ അത് കുറച്ച് സാധനങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എവിടെ? അത് ആ, അത് ഉരുണ്ട് കളിക്കണ്ട. എന്തോ പ്രശ്നമുണ്ട് വീട്ടിൽ. എന്താ പ്രശ്നം? പറയ്. ഇല്ല ആൻറ്റി, പ്രശ്നമൊന്നുമില്ല. ഞാൻ ആക്ച്വലി കുഴിപ്പടത്തോട്ട് പോയതാണ്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് അമ്മൂമ്മേനെ കണ്ടപ്പോൾ അമ്മൂമ്മ എന്നെ തിരിച്ചു വിളിച്ചു. അമ്മൂമ്മനെ കണ്ട് അമ്മൂമ്മനെ തിരിച്ചു വിളിച്ചെന്ന്? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? പറയും. ആ, ഇവിടെ ഉണ്ട്. ഹായ്. ഓ, ആ തമ്പിയുണ്ടാ? പിന്നെ എവിടെയൊക്കെ നോക്കിന്ന് സംസാരിക്കും. അത്യാവശ്യം കോളാം. हाँ हेलो, ओ माय गॉड. हाँ, कोई बात नहीं, मेरे को छोड़ दो, मैं ठीक कर दूंगी ना. हाँ, और एक काम, इसके बारे में किसी को कंपनी में कोई जानकारी नहीं मिलना चाहिए. ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം പറഞ്ഞില്ലേ? ഫോണേക്ക്. ആ തമ്പി, മോളുടെ കാര്യം പറയും. അല്ല ആൻറ്റി, ആൻറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമ്പനിയിൽ? എന്തെങ്കിലും എന്ത് പ്രശ്നം കമ്പനിയിൽ? ഇല്ലില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല തമ്പി, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ദീ ഒരു യൂത്ത് ഓൺടർപ്രണേഴ്സ് മീറ്റിന് പോയി. അവിടെ ഒരു നല്ല പ്രസംഗം ചെയ്യാനുണ്ടായിരുന്നു. കേജ് കയറി ബബ്ബ ബബ്ബ എന്ന് പറഞ്ഞു. മൊത്തം അങ്ങോട്ട് നമ്മൾ വിചാരിച്ച പെർഫോമൻസ് ആയില്ലെന്ന്. ആഹാ, അത്രേ ഉള്ളോ? അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് കമ്പനി ഉള്ളതാണ്. നമ്മുടെ കമ്പനിക്ക് പേര് മോശമായി. എൻ്റെ രാമോ നിർത്തിക്കേ. ആരും ജനിച്ചു വീണ ഒന്നും പഠിച്ചുകൊണ്ട് വരില്ല. അവളെ 2-3 മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ അവൾ ഓട്ടോമാറ്റിക്കലി എല്ലാം പഠിച്ചോളൂ. ചുമ്മാ അവളെ പുറകെ അങ്ങ് നടന്നോളൂ. അല്ല, അവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കാൻ അവിടെ 2-3 സ്റ്റാഫ് അവളുടെ കൂടെ ഉണ്ട്. ഇപ്പൊ തമ്പിയുടെ കാര്യമാണ് നമുക്ക് പ്രശ്നം. അത് നമുക്ക് സോൾവ് ചെയ്യാം. പറയാം, എന്താ പ്രശ്നം? തമ്പിക്ക് പ്രശ്നം? എന്ത് പ്രശ്നം? അത് ഞാനേ കുഴിപ്പളത്ത് പോവാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ അതിപ്പോ നിങ്ങളെ പറഞ്ഞ എങ്ങനെ മനസ്സിലാക്കാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കുഴിപ്പളത്ത് പോവാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ പോവാൻ മൂടുപോയി. മൂട് പോയാ? എങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോ. അത് പറ്റൂല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേരെന്നെ കളിയാക്കും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയറായി. വീട്ടിൽ ആരോ ആയിട്ട് ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടക്കിയിട്ട് നേരെ കുഴിപ്പുറത്തേക്ക് പോകാൻ വിട്ട്. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ വേണ്ട വെച്ച്. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അതല്ലേ ശരി? കറക്റ്റല്ലേ? കറക്റ്റാണ്. ശരി, വീട്ടിൽ ആരുമായിട്ടാണ് വഴക്കിട്ടത്? പാറക്കുട്ടി. ആഹാ, ബെസ്റ്റ്. പാറുമായിട്ടാ? എന്നാ വാ പോവാ, നമുക്ക് വേഗം സോൾവ് ചെയ്യാൻ കാര്യങ്ങൾ. ഞാനില്ല വീട്ടിലേക്ക്. ശരിയാവൂല. ശരിയാവൂലെന്നാ? അല്ല, അപ്പം ഇവിടെ ഇരിക്കുന്നവർ കണ്ട കളിയാക്കൂലേ? കളിയാക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നീലിമ അങ്ങോട്ട് കുഴിപ്പളത്ത് വിളിച്ച് ചോദിക്കും തമ്പി അവിടെ വന്നു എന്ന്. അപ്പം എന്താ, അപ്പോഴും കളിയാക്കൂല? അല്ല, അതൊക്കെ ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, ഈ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അവിടെ പോവാൻ ചമ്മി നിൽക്കുകയാണല്ലോ, ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൂടെ വരാം. വന്നിട്ട് സംസാരിക്കാം. അത് വേണോ? വേണം. ഇവിടെ ഇങ്ങനെ നിന്നാ ശരിയാവോ? വാ പോവാ. എന്നാ പിന്നെ വീട്ടിലേക്ക് പോവാല്ലേ? ധൈര്യമായിട്ട് വാ. നമ്മൾ ആന്റി അങ്കിളും ഉണ്ടല്ലോ. കമോൺ. ആ, ബാലു ഇവിടെ ഇല്ല ജോത്സ്യരെ. ആ, വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെല്ലാവരും കൂടെ കുടുംബക്ഷേത്രത്തിൽ പൊക്കോളാം. ആ, മൂത്ത മോൾ ഇവിടെ ഇല്ല. അവള് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയേക്കുക. ആ, ലച്ചും പാറും കൂടെ കാണാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇല്ല, പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓ ശരി, എന്നാ വെക്കട്ടെ ജോത്സ്യരെ. ഓ ശരി, ആയിക്കോട്ടെ. നീ എന്താ തിരിച്ചു വന്നേ? എന്തിനാ വന്നേന്നാ? എന്താ ഞാൻ പറഞ്ഞ നീ കേട്ടില്ലയോ? നീ എന്തിനാ കുഴിപ്പുളത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നേന്ന്? എന്ത് പറ്റി ഭവാനിയമ്മേ? അങ്ങനെ ചോദിക്കാൻ ഞാൻ കുഴിപ്പുറത്ത് പോയപ്പോ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന ആടാ. ഇപ്പൊ ചോദിക്കുന്ന കേട്ടില്ലേ എന്തിനാ വന്നേന്ന്? ഞാൻ പറഞ്ഞില്ല ആന്റി, ഞാൻ വരുന്നില്ല, ഇവര് കളിയാക്കൂന്ന്. എന്റെ പൊന്നി ചേച്ചിയെ ഞങ്ങൾ കളിയാക്കിയതൊന്നുമല്ല. ഇപ്പൊ ചേച്ചി എന്ത് കാരണം പറഞ്ഞാണ് തിരിച്ചു വന്നതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം. എനിക്ക് പോകാൻ തോന്നിയില്ല. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും. ആ പടി ചവിട്ടരുത്, എന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ വെറുതെ, അതിന് എന്റെ കല്ല് തല്ലി ഓടിക്കണം എന്തിനാ? അത് തന്നെ. അമ്മയ്ക്ക് എന്തോന്നമ്മ, അവള് കയറട്ടെ. ആ, അങ്ങനെ കയറണമെന്നുണ്ടെങ്കിലേ ഒരു 7-8 മണിയായിട്ട് കയറിയാൽ മതി. ഞാൻ പിരിവിന് വന്നതാ, പോയിട്ട് പിന്നെ വരാൻ. എന്താ പ്രശ്നം പറയോ? പ്രശ്നം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കുരിപ്പിനെ കണ്ടോ? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മിണ്ടാതിരിക്കണോ? നിനക്ക് വല്ലതും പറയണമെങ്കിലേ ഞങ്ങളോട് പറ. എന്തിനാ ആ കൊച്ചിന് മെക്കിട്ട് കയറണേ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. ഒന്ന് നിർത്തും എല്ലാവരും കൂടെ കൊച്ചുകുട്ടികളെ ബഹളം വെക്കുന്നത്. എന്താ കാലത്ത് തെളിച്ച് പറയോ? ഒന്നുമില്ല ഹൈമ, എൻ്റെ അമ്മ, എൻ്റെ പുന്നാരമ്മ ഒരു ജോത്സ്യനെ പോയി കണ്ട്. അപ്പോൾ ആ ജോത്സ്യൻ പറഞ്ഞ് വൈകുന്നേരം 6:30-ക്കുള്ളിൽ ഈ ലച്ചുവും പാറും കൂടെ തമ്മിലടിച്ച് പിരിയുമെന്ന് പറഞ്ഞു. അത് ചോദിച്ചേ
അതാണ് ഇപ്പൊ അങ്കിളിന് അറിയണ്ടേ. അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ജോത്സ്യനുണ്ടെന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് എന്താ വേണ്ടേ? ഞാനും പാറും നേരിട്ട് കാണാൻ പാടില്ല 6 മണി വരെ, അത്രയല്ലേ വേണ്ടുള്ളൂ. അതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, അമ്മൂമ്മ പാറക്കുട്ടീനെ കൊണ്ട് വല്ല പാർക്കിലോ ഐസ്ക്രീം മേടിക്കാനോ അങ്ങനെ വല്ലതൊക്കെ പോ. ദേ അവനെയും കൂടെ കൂട്ടും. അത് നല്ല ഐഡിയ. ആ കൊച്ചു പറഞ്ഞ കത്ത് നല്ല ഐഡിയ. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ കാണും, നിങ്ങൾ പുറത്തു പോയി കറങ്ങിയിട്ടൊക്കെ വാ. അമ്മൂമ്മ ഞാൻ റെഡി ആവട്ടെ? ആ ഞാൻ റെഡി ആയിട്ടോ അമ്മൂമ്മ. എനിക്കാവുമ്പോൾ എവിടെ കൊണ്ടുപോകാനുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. നല്ല ഫുഡിന്റെ സ്പോട്ടൊക്കെ എനിക്കറിയാം. പോയിട്ടോ അമ്മ, അടിച്ചു പൊളിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അമ്മയെ കഴിച്ചോ ഐസ്ക്രീം? ഒന്ന് കറങ്ങിയിട്ടൊക്കെ ബീച്ചിലൊക്കെ പോയിട്ടോ. എടി നിനക്കറിയാമല്ലോ എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്. ഒരുപാട് ദൂരം ഒന്നും പിള്ളേരെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. തെങ്ങിൻ്റെ ഓളി കയറാൻ പറ്റും. അത് പൊങ്ങി വാ കയറിയിട്ട് വാ. അയ്യോ നീലു കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശരിയാവില്ല. ആ സമയം കൊണ്ട് ദിയ ഉണ്ടല്ലോ, അവൾ ഉണ്ടാക്കി വെക്കുന്ന വൻ നഷ്ടം നിങ്ങൾക്ക് താങ്ങാനാവില്ല. അവളെന്താ നഷ്ടം? അവളിവിടെ പോണെന്ന് പറഞ്ഞല്ലേ പോയത്? അവളെ ഒരു യങ് ഓൺടർപ്രണേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞു വരിക, യൂത്ത് ആയിട്ടുള്ള സംരംഭകരുടെ ഒരു മീറ്റിംഗ് ആണ്, അതിന് പോയിരിക്കുക. അതെല്ലാവരും അല്ലേ? അവള് തെറ്റുപറ്റിപ്പോയി. കുഴപ്പമായോ? അയ്യോ അടുത്ത മീറ്റ് തുടങ്ങുന്ന ടൈമായി. അതിന് മുമ്പ് അവളൊന്ന് വിളിച്ച് കുറച്ച് കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവൾ മൊത്തം ചളവളമാക്കും. സാരില്ലെന്നേ, അവള് പുതിയതായിട്ട് പോയല്ലേ, കുറച്ച് എല്ലാം ശരിയായിക്കോളും. അതാണ് നമ്മുടെയും പ്രതീക്ഷ. അല്ല ബാലുവിടെ? ബാലു നെയ്യാറ്റിങ്ങനെ പോയിട്ട് ഇതാ നാളെ വരാന്ന് പറഞ്ഞു പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. ഇനി അവിടെ എന്താവോന്ന് അറിയില്ല. അയ്യോ നമുക്ക് പോയാലോ? എന്നാ പോവാ, മീറ്റിംഗ് തുടങ്ങാറിയേ. അപ്പൊ കാണാട്ടാ. വല്ല തൊണ്ടയ്ക്കും തൊറ്റി ഒരു ചെറിയ കോൾഡ് പോലെ. ഹൈമ പിടിച്ചോ? തൊണ്ടയ്ക്ക് ഞാൻ പിടിച്ചൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഐസ് വാട്ടറെല്ലാം കുടിക്കുന്നതാണ്. എനിക്ക് പിടിച്ചോ ഡൗട്ടൊക്കെ ഉണ്ട്. ശരി എന്നാ കാണാം, ബൈ. എനിക്ക് തോന്നി അങ്ങനെ തൊണ്ടാക്കി വിളിച്ചാണെങ്കിൽ ഹൈമാൻഡ് സമ്മതിക്കൂ? അതാണ് പിടിച്ചത് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നടക്കാം. ലച്ചു ചേച്ചി വഴക്കിന് വന്നാലും മക്കളൊന്നിനും പോവല്ലേ, വഴക്കുണ്ടാക്കാനൊന്നും പോവല്ലേ. ശരിക്കും വഴക്കുണ്ടാവോ? പിന്നെ കുടുംബകലഹം വരെ ഉണ്ടാവുമെന്നാ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ടല്ലേ അമ്മൂമ്മ മക്കളെ എങ്ങും വിടാതെ അമ്മൂമ്മയുടെ അടുത്ത് തന്നെ വെച്ചേക്കുന്നേ. ഇനി എത്ര സമയമുണ്ട്? ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. പാറുവേ, ആഹാ ഇവിടെ വന്നിരിക്കുവായിരുന്നല്ലേ? എന്താ കാര്യം? നീ കുറച്ച് കഴിഞ്ഞ് വന്നേ പോ. അമ്മൂമ്മ ഈ കത്തിലാണ് വേണ്ട കേട്ടാ. എനിക്ക് അവളോട് ചോദിക്കാനുള്ളേ. ഡേ നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുക്കരുതെന്ന്. ഞാൻ ഒന്നും എടുത്തില്ല. എടുത്തില്ലെന്നാ? കേശു കണ്ടല്ലോ നീ എടുക്കുന്നേ. എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാ ഞാൻ എടുത്ത്. ആഹാ ഇഷ്ടപ്പെട്ടത് എന്റെ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുക്കുവോ? അമ്മൂമ്മ നടക്കുന്ന മാർക്കോടെ അല്ലെങ്കിൽ അമ്മൂമ്മ പറ്റില്ല. അവളിങ്ങ് വിട്ടേ അമ്മൂമ്മ. ഇത് ഞാനാണോ ഇവളാണോ തീരുമാനം ഉണ്ടാക്കണം? കണ്ടോ ജോത്സ്യം പറഞ്ഞതുപോലെ നടക്കുന്നുണ്ടോ? കുടുംബകലഹം വരെ ഉണ്ടാവുമെന്നാ പറഞ്ഞു ജോത്സ്യം പറഞ്ഞേക്കുന്നത്. ഒന്നും വിടായിരിക്കുമ്പോ അതിനെ കുറിച്ച് ജോത്സ്യനെ കൊണ്ടുവരിക. എന്ത് കലഹം ഉണ്ടെങ്കിലും ശരിക്കും എനിക്ക് ഇന്ന് ഇവിടെ ആദ്യം തീരുമാനം ഉണ്ടാക്കണം. ദൈവമേ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്റെ പാട്ടിന് പോവാണോ? ഇത്രയും വഴക്കുണ്ടാക്കിയാ മതിയാ? ഇങ്ങനെയാണ് അടി ഉണ്ടാക്കണേ. കുറച്ചുകൂടി അടി ഉണ്ടാക്കി കൊടുക്ക്, ഒന്നുകൂടെ കൊടുക്ക് പിടിച്ച്. ഇങ്ങനെയാണോ അമ്മ? എന്താടി എന്താ അമ്മ? കണ്ടോ ചിരിക്കുന്നുണ്ടോ? നീ ചിരിക്കാന്നോ? ചിരിക്കല്ലേ? സീരിയസ് ആവും. ചിരിക്കൂല അമ്മ. അമ്മൂമ്മേ ഞങ്ങളെ അമ്മൂമ്മയ്ക്ക് ചെറിയൊരു പണി എന്നതാ. പണിയോ? എന്തു പണി? അത് പറയാം. ഡേ നമ്മുടെ മിസ് എനിക്ക് എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എതിരി ആദ്യം അങ്ങോട്ട്. പാറുവേ പിന്നെ വഴക്കൂടാൻ വന്നേക്കോണോ? വഴക്കിടാൻ വന്നൊന്നുമല്ല. തനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും? എന്തിനി? അതൊക്കെ പറയാം. നിൽക്കാൻ പറ്റുമോ ഇല്ലയോ? ചേച്ചി കാര്യം പറഞ്ഞല്ലേ ചേച്ചി, നിൽക്കാൻ പറ്റൂലെന്നൊക്കെ ആലോചിക്കാൻ പറ്റൂ? എടാ അമ്മൂമ്മ എന്താ പറഞ്ഞേ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാരും കൂടെ വഴക്കാവും, പൊരിഞ്ഞ അടിയാവുന്നൊക്കെ അല്ലേ? അതെ. അതിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മൂമ്മനെ ഒന്ന് പറ്റിച്ചാലോ? എങ്ങനെ പറ്റിക്കാൻ? നമുക്ക് മനഃപൂർവ്വം ഇവിടെ കിടന്ന് വഴക്കിടാക്കാം. ഐഡിയ ഒക്കെ കൊള്ളാം. അമ്മ എടുത്ത് പറഞ്ഞോ? കാരണം നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ അമ്മ ഇടക്കേറി അറിയാല്ലേ, വാറിനെ കിട്ടും. നിനക്ക് ലച്ചു ചേച്ചിനെ അറിയാൻ പാടില്ലേടാ. അമ്മയടുത്ത് ഓൾറെഡി പറഞ്ഞ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ആയിട്ടേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മൂമ്മയ്ക്ക് ഒന്ന് പണി കൊടുക്കാം. ഇനിയെങ്കിലും ഈ ജോത്സ്യം പറഞ്ഞൊന്നും പറഞ്ഞ് വന്നേക്കല്ലേ കേട്ടാ. അപ്പൊ നിങ്ങൾ വഴക്കൊന്നും ഇല്ലേ? എന്താ വഴക്കുണ്ടാക്കണോ? അല്ല ഇപ്പൊ ഉണ്ടായില്ലെന്ന് വിചാരിച്ചേ കുടുംബക്ഷേത്രത്തിൽ പൊക്കോണം കേട്ടോ. കുടുംബക്ഷേത്രത്തിൽ പോയിക്കോളാം, നമ്മൾ അവിടെ ചുറ്റുവിളക്കം കത്തിച്ചോളാം. പക്ഷെ ജോത്സ്യൻ്റെ അടുത്ത് പോകില്ല കേട്ടോ, അത് ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പോകണ്ട. ഞാൻ കളിയാക്കിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു ഭവാനിയമ്മേ, ഈ ജോത്സ്യൻ്റെ അടുത്ത് പോക്കൊക്കെ പണ്ടാണ്, ഇപ്പം അതൊന്നും ഇല്ല. നിർത്തിക്കൂടെ ഇതൊക്കെ അങ്ങോട്ട്. അപ്പോഴേക്കും പിണങ്ങിയോ?